ഹായ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ യൂട്യൂബിലൊക്കെ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഡൽഗോണ കോഫിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഈ ഒരു കോഫി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പാലും പഞ്ചസാരയും കുറച്ച് കാപ്പിപ്പൊടിയും മാത്രം മതി. അതുപോലെ ബീറ്ററോ കാര്യങ്ങളോ ഒന്നും വേണ്ട കേട്ടോ. ഒരു സ്പൂണോ വിസ്കോ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് തന്നെ റെഡിയാക്കിയിട്ടെടുക്കാം. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോവാം. ആദ്യം നമുക്ക് ക്രീം റെഡിയാക്കിയിട്ടെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കോഫി പൗഡറാണ്. ഏതിൻ്റെ വേണമെങ്കിലും എടുക്കാം, പക്ഷേ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ തന്നെ എടുക്കാം കേട്ടോ, എന്നാൽ മാത്രമേ നമുക്ക് നന്നായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഞാനതൊരു 1 സ്പൂൺ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എടുക്കുമ്പോൾ ഇതുപോലെ ചെറിയ ബൗൾ എടുക്കുക. നമ്മൾ സ്പൂൺ വെച്ചോ വിസ്ക് വെച്ചൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ, ബീറ്റർ വെച്ചാണെങ്കിൽ നിങ്ങൾക്ക് വലിയ ബൗൾ എടുക്കാം. ഇനി അതിലേക്ക് ഞാനൊരു 1.5 സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. 1 സ്പൂൺ മതി, പക്ഷേ ഞാനൊരു 1.5 സ്പൂൺ ചേർത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ഒരു ചെറിയ സ്പൂണിനാണ് ഞാൻ 1 സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. കാരണം നമ്മളിവിടെ ബീറ്ററൊന്നല്ല ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് തന്നെ വളരെ ചെറിയ ക്വാണ്ടിറ്റിയിലേ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. ഒരുപാട് വെള്ളമായിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കത് ക്രീമിയാക്കി എടുക്കാൻ പറ്റില്ല. അപ്പോൾ വളരെ കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടിത് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് ചെറുതായിട്ട് ആ പഞ്ചസാരയൊക്കെ അലുത്ത് ഇതുപോലെ വരാനായിട്ട് തുടങ്ങും. അപ്പോൾ ഈ ഒരു സ്റ്റേജ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് സ്പൂൺ വെച്ച് വേണമെങ്കിൽ സ്പൂൺ വെച്ച് തന്നെ ബീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇതുപോലൊരു വിസ്ക് എടുത്തിട്ടുണ്ട്. വിസ്ക് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ചെറിയ ബൗളാണെങ്കിൽ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാൻ എളുപ്പമാണ്, പെട്ടെന്ന് തന്നെ അത് ക്രീമി ആയിട്ട് കിട്ടും. ഇപ്പോൾ ഒരു 2 മിനിറ്റ് ഒക്കെ ആകുമ്പോൾ തന്നെ ഏതാണ്ട് ഈ ഒരു രീതിയിൽ വരാനായിട്ട് തുടങ്ങും കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്കിതിനകത്തേക്ക് കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കണം. നമ്മൾ ചൂടുവെള്ളമാണ് ചേർക്കുന്നത്. ചൂടുവെള്ളം ഞാൻ ചെറിയ സ്പൂണിന് 1 സ്പൂൺ കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതാ കണ്ടില്ലേ, കുറച്ചൊരു ക്രീമി ആയിട്ട് വരാനായിട്ട് തുടങ്ങി. പക്ഷെ നമുക്ക് ഈ ഒരു പാകം പോരാ, ഇനിയും നമ്മൾ ബീറ്റ് ചെയ്യണം. അപ്പോൾ ഈ ഒരു സമയത്ത് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മൊത്തത്തിൽ ഞാൻ ഒരു 3 സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടുണ്ടാവും ഇതിനകത്തേക്ക്. അപ്പോൾ ഒരുപാട് വെള്ളം ഒരുമിച്ച് ഒഴിക്കരുത്. കുറേശ്ശെയായിട്ട് നമുക്ക് കട്ടിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒഴിച്ചൊഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അത് അത്യാവശ്യം നല്ല ക്രീമി ആയി വന്നിട്ടുണ്ട്. എനിക്കിത് മൊത്തം ബീറ്റ് ചെയ്യാൻ എടുത്തൊരു സമയം എന്ന് പറയുന്നത് ഒരു 8 മിനിറ്റാണ് കേട്ടോ. 8 മുതൽ ഒരു 10 മിനിറ്റാണ് എടുക്കുക. അതിനുള്ളിൽ നമുക്കിതുപോലെ നല്ല ക്രീമി ആയിട്ട് കിട്ടും. ഈ ഒരു ക്രീമാണ് നമുക്കിതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിതുപോലെ ബീറ്ററൊന്നും ഇല്ലെങ്കിൽ ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ ആണെങ്കിലും നന്നായിട്ട് ഇതുപോലെ ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ നല്ല ലൈറ്റ് കളറായിട്ട് നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല സ്റ്റിഫായിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഞാൻ 3 ടീസ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്തായിരുന്നു. അതുപോലെ തന്നെ 10 മിനിറ്റ് അടുത്താണ് എടുത്തിട്ടുള്ളത് ഇതുപോലെ ക്രീം ആവാനായിട്ട്. നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവം മതി. നമ്മളിപ്പോൾ 1 സ്പൂൺ കാപ്പിപ്പൊടിക്കാണിത് ചെയ്തത്. അപ്പോൾ ഇത്രയും ക്രീമാണ് നമുക്കത് വെച്ച് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഈ ഒരു ക്രീം നമുക്ക് പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ അത് ആ സ്പൂൺ വെച്ചിട്ടാണെങ്കിലും ഇതുപോലെ നിങ്ങൾ അടിച്ചെടുത്താൽ മതി. നമുക്ക് നല്ല ക്രീമി ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ നമ്മുടെ ക്രീം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കോഫി റെഡിയാക്കിയിട്ടെടുക്കാം. അപ്പോൾ നിങ്ങൾക്കിത് 2 രീതിയിൽ ചെയ്യാം. ചൂടോട് കുടിക്കാനാണ് താല്പര്യമെങ്കിൽ ചൂട് പാലിൻ്റെ മേളിലായിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഞാനിപ്പോൾ തണുപ്പിച്ചായിട്ടാണ് എടുക്കുന്നത്, അതുകൊണ്ട് ഗ്ലാസ്സിൽ താഴെ കുറച്ച് ഐസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് തണുത്ത പാലാണ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മുടെ ഈ ഒരു ക്രീം ഒരു 2 ടേബിൾ സ്പൂണോ ഒക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ക്രീമിൻ്റെ ഒരു അളവ് നമ്മളുടെ ഇഷ്ടമനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. കാരണം ഈ ക്രീമിന് ചെറുതായിട്ടൊരു കയ്പ്പുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ക്രീം വേണമെന്നില്ല. 1-2 സ്പൂൺ ക്രീം ഇട്ട് കൊടുക്കാം മേളിൽ. അപ്പോൾ തന്നെ നമുക്ക് നല്ല തിക്കായിട്ടുള്ളൊരു കോഫി കിട്ടും. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ഡൽഗോണ കോഫി. കണ്ടില്ലേ, കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്, അതുപോലെ കുടിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് പതുക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അങ്ങനെ കുടിച്ചാൽ മതി. നല്ല അടിപൊളി ടേസ്റ്റാണ്. പിന്നെ നമ്മൾ എടുക്കുന്ന പാലിലും കൂടെ കുറച്ച് മധുരം ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ, എങ്കിൽ മാത്രമേ ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്